പോസ്റ്റ് കോവിഡിൽ പറഞ്ഞാൽ നമ്മൾ ഡ്യൂറിങ് കോവിഡ് പീരീഡ് നമ്മുടെ സെയിൽസിന്റെ ഏറ്റവും പീക്ക് everything shut down. And in April, March തന്നെ when we were shut down, we realized that ഇത് reopen ചെയ്താൽ definitely everyone will want their own car or everyone would want their own transportation and avoid public transportation because കോവിഡിന്റെ ഈ പബ്ലിക് ഗാദറിങ്സിലാണല്ലോ ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എവറി വൺ വുഡ് വാണ്ട് ദിയർ ഓൺ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ബട്ട് ആ ഒരു ഹാപ്പിനെസ് ഒരുപാട് പോയില്ല. കാരണം എന്ന് വെച്ചാൽ വാട്ട് വി റിയലൈസ് ദർ വാസ് നോ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, സോ വിച്ച് വാസ് ഗ്രോസ്ലി മിസ്സിങ്. അപ്പം നമ്മുടെ അടുത്ത് വണ്ടി എടുത്ത കസ്റ്റമേഴ്സിന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. സോ അപ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. കസ്റ്റമേഴ്സിന് വെയിറ്റിംഗ് പീരീഡ്, സർവീസിന് വെയിറ്റിംഗ് പീരീഡ്, ലോങ് ക്യൂസ്, അതേമാതിരി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല. സോ ഓൾ ദീസ് ഇഷ്യൂസ് വാസ് കൈൻഡ് ഓഫ് എഫക്റ്റിംഗ് അവർ സെയിൽസ് ഓൾസോ. ടാറ്റ പഞ്ച് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് റീലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളെല്ലാം പോയതാണ്. പക്ഷെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കമന്റ് ബോക്സ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ ആകെ ഭയങ്കര ഡൗൺ ആയി. വേറെ ഒന്നുമല്ല, എല്ലാരും പറഞ്ഞു പുതിയ കാറൊക്കെ എടുത്ത് ഭയങ്കര തുള്ളിച്ചാടി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാറ്റാന്റെ സർവീസ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡെലിവറി സമയത്ത് കാണുന്ന ഈ ഒരു സന്തോഷമൊന്നും സർവീസിന് പോകുന്ന സമയത്ത് കാണില്ല എന്ന് പറഞ്ഞു. സോ ദെൻ വി തോട്ട് വാട്ട് ടു ഡു, ഹൗ ടു ആക്ച്വലി റീഗെയിൻ ദീസ് കസ്റ്റമേഴ്സ്. അറ്റ് ദി end of the day, if customers are happy, our numbers are sustainable. So what do? So we identified a few issues. We consciously took a decision. We have to address this issue 3-pronged. One, manpower in terms of quality, then infrastructure, whether it is നമ്മുടെ ബേസോ അല്ലെങ്കിൽ വർക്ക്ഷോപ്സോ പ്ലസ് machinery, most modern machinery, പിന്നെ and finally training, what to talk, how to talk, when to talk. So at the end of the day we have to build the confidence. സോ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് 2 സർവീസ് സെന്റേഴ്സ് ഉണ്ടായത്. വൺ വാസ് ഇൻ കണ്ണൂർ ആൻഡ് ദി അതർ വാസ് ഇൻ കാസർഗോഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ വണ്ടി സർവീസ് ചെയ്യുന്ന സിംഗിൾ വർക്ക്ഷോപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ KVR കണ്ണൂരാണ്. കണ്ണൂർ ഡ്രീം 1500ഓളം വണ്ടികൾ നമ്മൾ ഈ സിംഗിൾ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ബോഡി ഷോപ്പ് കൂടാതെ ആക്സിഡന്റൽ റിപ്പയർ നമ്മളൊരു 250ഓളം വണ്ടികൾ നമ്മൾ അതും വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1800 വണ്ടി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഇന്ന് കേരളത്തിൽ വേറെ ഒരു സിംഗിൾ വർക്ക്ഷോപ്പ് ഇല്ല. നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ കണ്ണൂർ വർക്ക്ഷോപ്പിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ സ്പീഡോ ബേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു സ്പീഡോ ബേ കൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പീഡോ ബേ കൺസെപ്റ്റിൽ നമ്മൾ ഒരു മാസം ചെയ്യുന്നത് ഈ ആദ്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ് അങ്ങനെ വരുന്ന വണ്ടികൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതിലെ ജനറൽ ചെക്കപ്പും ഒരു 47 പോയിന്റ്സ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ആ ചെക്കപ്പും തേർഡ് സർവീസിൽ മാത്രമാണ് അതിൽ ഓയിൽ ചേഞ്ച് വരുന്നത്. അത്രയും ആ വണ്ടികൾ നമ്മൾ വേറെ അഡീഷണൽ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ നമ്മൾ ഒരു 2 ബേ നമ്മൾ അതിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് അലോട്ട് ചെയ്യുകയും അതിലേക്ക് ഓരോ ബേയിലും 3 ടെക്നീഷ്യനെ, സ്കിൽഡ് ആയിട്ടുള്ള 3 ടെക്നീഷ്യനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ബേസിൽ നിന്ന് മാത്രം നമ്മൾ ഒരു ദിവസം 20ഓളം വണ്ടി നമ്മൾ ഇറക്കി വിടുന്നുണ്ട്. അതായത് ഈ 2 ബേയിൽ നിന്ന് നമ്മൾ 20ഓളം വണ്ടി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്കൊരു വണ്ടിക്ക് എടുക്കുന്നത് സമയം എന്ന് പറയുന്നത് 25 മിനിറ്റ് ആണ്. ടാറ്റ മോട്ടോഴ്സ് ഓൾ കേരള ലെവലിൽ നടത്തുന്ന ഒരു കോൺടെസ്റ്റ് ഉണ്ട്. അതില് അത് ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ റിട്ടൻഷനും കസ്റ്റമർ മാസ്റ്റേഴ്സ് എന്നുള്ള അവാർഡ് നമ്മളാണ്. KVR ഡ്രീം വെഹിക്കിൾസ് കണ്ണൂരാണ് നമ്മളിത് നേടിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ക്ലാരിറ്റിയോട് കൂടിയുള്ള വർക്കുകളാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകാറ്. പരിഹാരം കണ്ടെത്തുമ്പോൾ നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പ് നടത്താം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സർവീസ് വാഹനം വാങ്ങിക്കാൻ പോകുമ്പോഴായിരിക്കും അതിന് ഒരുപാട് പൈസ ഭാരിച്ച് സാമ്പത്തിക ഒരു ബാധ്യതയൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ പ്രയാസമുണ്ടാകും. അങ്ങനെയൊന്നും ഇല്ലാതൊരു സാഹചര്യം എനിക്ക് ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സർവീസ് മേഖലയിൽ കിട്ടിയിട്ടുണ്ട്. We realized that we were selling good number of EVs
EV EV customer needed special treatment, because they come from a very different kind of a profile. So we started the first workshop for EV in South, which was also the second workshop in India. EV സ്റ്റോർ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് തുടങ്ങണം എന്നുള്ളൊരു പ്ലാൻ വന്നത് നമ്മൾ 2024 നവംബറിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് ആണെങ്കിലും കസ്റ്റമേഴ്സിന് ഇപ്പം ഒരു സ്പെഷ്യൽ കെയർ കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് അഡ്വൈസർ മീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്ത് നമ്മൾ വണ്ടി എടുത്ത് സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടിയുമായും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും അതുപോലെ നല്ല കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായി മനസ്സിന് ഇണങ്ങിയ രീതിയിൽ എല്ലാം എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാപനത്തിനോട് അങ്ങേയറ്റം ബഹുമാനവും കടപ്പാടുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ KVR ടാറ്റ ഷോറൂം എന്ന് പറയുന്നത് നായമാർ മുലയിലാണ്. ഇവിടെയാണ് എല്ലാ ഭാഗത്തുനിന്നുള്ള കസ്റ്റമേഴ്സും നമുക്ക് സർവീസിനായി വരുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടാറ്റയുടെ സർവീസും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ചെറിയൊരു ചർച്ചാ വിഷയമായിരുന്നു. പക്ഷെ അത് ഇന്ന് ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ എനിക്ക് 100% ഷുവറായിട്ട് പറയാം, സർവീസിന്റെ കാര്യത്തിൽ ടാറ്റ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണ് ടാറ്റ പഞ്ച് എടുത്തോ പ്രശ്നമില്ല. അത് പറഞ്ഞതിന് ശേഷം റോട്ടിൽ നോക്കുമ്പോൾ ഞാൻ ഫുൾ ടാറ്റ പഞ്ച് തന്നെയാണ്, ഒരു വേരിയന്റ് കളേഴ്സിൽ ടാറ്റ പഞ്ച് കണ്ടപ്പോൾ സോ ഐ ഡിസൈഡഡ് ടു ഓക്കെ ടാറ്റ പഞ്ച് മതി. അത് കഴിഞ്ഞ് ഈ കമന്റ് ആണ് എന്നെ ഭയങ്കരമായിട്ട്, കാരണം ഫസ്റ്റ് സർവീസിനോട് അടുത്തിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, വണ്ടി കയ്യിലുണ്ട്. ഇന്ന് ഇപ്പം എന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ഒന്നും പറയാനില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ കമന്റ്സിനൊക്കെ ഇന്ന് പോയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം എനിക്ക് നമ്മുടെ കാസർഗോഡുള്ള KVR ടാറ്റാന്ന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും സർവീസിന്റെ സമയത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. Luckily, within a span of 2-3 months, we were able to open up in Iriti and Payyanur to take care of the immediate surge in service. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് മുതൽ നമുക്ക് കാഞ്ഞങ്ങാട് വരെയുള്ള കസ്റ്റമേഴ്സ് ഇവിടെ സർവീസിന് വരുന്നുണ്ട്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ഒരു സ്കിൽ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ KVRനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഇവിടെയുള്ള ഒരു ടെക്നീഷ്യൻ നമ്പർ 2 പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു. അപ്പോൾ അതിൽ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് അതിൽ ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി പറ്റൂ. അപ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു ലെവലിൽ എത്താൻ വേണ്ടി പറ്റൂ. അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് സർവീസിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ വണ്ടി പെട്ടെന്ന് കൊണ്ട് ഇറക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് പഠിക്കാനും സൗകര്യം KVR നമുക്ക് തരുന്നുണ്ട്, ട്രെയിനിങ്. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് അത് നമുക്ക് തീർത്തിരുന്നുണ്ട്. നമുക്ക് എന്താന്ന് വെച്ചാല് ഒന്നാമത് ഇവിടെ ഉഷാറൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്. ഇപ്പൊ ആൾക്കാർ കുറച്ചധികം ഉണ്ട്. ടെക്നീഷ്യന്മാരായാലും അഡ്വൈസർമാരായാലും മുന്നേറ്റക്കാട്ടിയും അധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വർക്കിൽ ഓടുണ്ടെങ്കിൽ ഓവർ ടൈം നിന്നിട്ട് വർക്കൊക്കെ ചെയ്തിട്ട് പരമാവധി ചെമ്പേ തന്നെ വണ്ടി ഒക്കെ ഡെലിവറി ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മള് 2022 ആക്ച്വലി ഇരിട്ടി സർവീസ് തുടങ്ങിയത്. 2022 ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. അതിന് മുന്നായിട്ട് നമുക്ക് സർവീസ് സെന്റർ ആക്ച്വലി കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് കണ്ണൂർ തോട്ടോടയിലെ വർക്ക്ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള, കാരണം മലയോര പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് കണ്ണൂരേക്ക് കസ്റ്റമേഴ്സിന് എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കമ്പനി അത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു 2022 തന്നെ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിപ്പോൾ ഡെയിലി നമുക്ക് ഇവിടുന്ന് ഒരു 20-25 വെഹിക്കിൾസ് നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90-95% വെഹിക്കിളും അന്ന് തന്നെ സെയിം ഡേ തന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം റീസെന്റ് നമുക്ക് ഓൾ കേരള, നമ്മളെ സൗത്ത് റീജിയനിൽ നമുക്ക് മിഡ് ഇൻഫ്ലോയിൽ വരുന്ന വർക്ക്ഷോപ്പിൽ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സക്സസ് ടീം അവാർഡ് നമുക്ക് ഈ റീസെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. And also there is another thing which is very, very, very important, what we need to do. പണ്ടെടുത്ത കസ്റ്റമേഴ്സ്, പണ്ടത്തെ എക്സ്പീരിയൻസ് ഇന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കും. നിങ്ങളുടെ സർവീസ് എത്ര പോരാ, ടാറ്റയുടെ സർവീസ് പോരാ. അൾട്ടിമേറ്റ്ലി ആർ ഗോൾ ഈസ് ടു ചേഞ്ച് ദാറ്റ് പെർസെപ്ഷൻ. ഇതേ കസ്റ്റമറിനെ കൊണ്ട് നമ്മൾ മാറ്റി പറയിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഐ തിങ്ക് വീൽ അച്ചീവ് ഗോയിങ് ഫോർവേഡ്.
വണ്ടിയുമായും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും അതുപോലെ നല്ല കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായി മനസ്സിന് ഇണങ്ങിയ രീതിയിൽ എല്ലാം എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതൊരു സാഹചര്യം എനിക്ക് ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ സർവീസ് മേഖലയിൽ കിട്ടിയിട്ടുണ്ട്. We've prioritized service. We've prioritized customer satisfaction. We've prioritized customer experience. That is the only way forward. സർവീസിന്റെ കാര്യത്തിൽ എന്നൊരു പേടി വേണ്ടാന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ എന്റെ 4 വർഷത്തെ ഇത് 4ാമത്തെ വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. എറൗണ്ട് എന്റെ 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസം മുന്നെയാണ് ഞാൻ എന്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്തത്. ഞാനൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് സമയത്ത് തന്നെ കോൺടാക്ട് ചെയ്യുന്നു. കറക്റ്റ് ജസ്റ്റ് നമുക്ക് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. സ്റ്റാഫ് എല്ലാം വെൽ ബിഹേവ്ഡ് ആണ്, കുഴപ്പമില്ല. മറ്റുള്ള ഇതിനു മുമ്പ് വേറെ കാറായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന, ഹ്യുണ്ടായി കാറായിരുന്നു. വേറെ വർക്ക്ഷോപ്പ്, വേറെ സ്റ്റാഫ് എല്ലാം. ഇവിടെ ഉള്ള ഡീലിങ്ങും സംസാരവും ബിഹേവിയറും കമ്മ്യൂണിക്കേഷനും എല്ലാം പെർഫെക്റ്റ് ആണ് സോഫാർ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് ആദ്യം ടാറ്റയുടെ മാൻസ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹെക്സയാണുള്ളത്. 60,000 കിലോമീറ്ററിന്റെ സർവീസാണ് ഇപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ലാത്ത ഇതുവരെയും കറക്റ്റായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ കോർഡിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. സ്പെയർസിലായാലും സർവീസ് മാനേജേഴ്സ് ഇവരൊക്കെ ആയാലും വളരെ നന്നായിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ ഇതുവരെയും ചെയ്തു തന്നിട്ടുണ്ട്. ചെയ്തതിലൊന്നും ഒരു ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കൃത്യമായിട്ടാണ് ടൈമിന് പറഞ്ഞ ടൈം തന്നെ തന്നിട്ടുമുണ്ട്. നമുക്ക് ഇത് പറഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ്, പക്ഷെ വി ആർ എക്സ്ട്രീംലി സീരിയസ് അബൌട്ട് വാട്ട് experience we would like to give the customers. So I repeat, we assure you that we'll continue to give you top-notch experience.